തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണേനെക്കാട്ടിലും നല്ലെണ്ണയാണ് നന്നാവുക. അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ഒരു പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് ചുവന്ന മുളക്, കറിവേപ്പില, പിന്നെ 2 സവാള, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായം പൊടി കൂടി ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറുതീയിൽ വഴറ്റിയെടുക്കുക. അത്യാവശ്യം വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊന്നും ചേർക്കണില്ല. ആദ്യം 2 മുളകും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എരിവ് ആവശ്യത്തിന് ഉണ്ടാവും. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. തക്കാളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് യോജിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ കൂട്ട് തണുക്കാൻ വയ്ക്കണം. നല്ലപോലെ തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കത് അരച്ചെടുക്കാം. അത് തണുത്തിട്ടുണ്ട്. ഇനി ഞാനത് അരച്ചെടുക്കാം. അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കടുകും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചട്നി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വറ്റി വന്നു കഴിഞ്ഞാൽ തക്കാളി ചട്നി റെഡി. സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടാവും. കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ